ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബിയോണ്ടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും 4 മണി പലഹാരം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ചില്ലിൻ്റെ ആ ഒരു തട്ടിൽ ഇങ്ങനെ ഉള്ളിവടയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നതാണ് നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നാറില്ലേ? നല്ല ക്രിസ്പിയായ ഉള്ളിവട. അപ്പം നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ചായക്കടയിൽ ഉള്ളിവട, പഴംപൊരി എന്നിവയൊക്കെ ഇങ്ങനെ ചില്ലിൻ്റെ ആ ഒരു സ്റ്റാൻഡിൻ്റെ അകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എടുത്ത് കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി അല്ലേ? വൈകുന്നേരം ചായയൊക്കെ വെക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഉള്ളിവടയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഉള്ളിവട തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണിന്ന്. അതിനു മുന്നേ ആയിട്ട് എന്നെ ആദ്യമായി കാണുന്ന ഒരു വ്യൂവറാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ആ സബ്സ്ക്രൈബ് ചെയ്താൽ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഉള്ളിവട റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഉള്ളിവട റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി കൊണ്ടുവരാം. എന്നതിന് ശേഷം നമുക്ക് സ്ലൈസ് ആക്കാം. ഇനി ഞാനിതിനെ സ്ലൈസുകളാക്കാൻ തുടങ്ങുവാണ്. നീളത്തിലുള്ള സ്ലൈസസ് ആണ് ആക്കേണ്ടത്. പകുതിയായി കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും സവാള. ഇനി നമുക്ക് നീളത്തിൽ ഇത് അരിഞ്ഞെടുക്കാം. സവാള മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ബൗളിലിട്ട സവാള ഇപ്പം ഇതുപോലെ ഒട്ടി കിടക്കുമല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ എല്ലാ സവാളയും വേറിട്ട് കിട്ടും. അപ്പം ഞാനിത് കൈ വെച്ചൊന്ന് നന്നായി തിരുമ്മി കൊടുക്കട്ടെ. കൈ വെച്ച് നന്നായി തിരുമ്മി എടുത്തു കൊണ്ടുവന്ന സവാളയാണിത്. ഇതിപ്പോൾ എന്താ ഓരോ സവാളയും ഓരോ ലെയറായി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുന്നേ എല്ലാം കൂടെ ഒന്നിച്ചല്ലേ ഉണ്ടായിരുന്നത്, പിന്നീട് നല്ല സോഫ്റ്റും ആയത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുവാണ്. ഇനി ഒന്നുകൂടെ നന്നായി കൈവച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം തിരുമ്മി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഈ സവാള നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ കൈവച്ചൊരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കട്ടെ. ഉപ്പ് ചേർത്ത് സവാള നന്നായി തിരുമ്മി കഴിഞ്ഞു. ഇപ്പം എന്താ ഈ കിടക്കുന്നുണ്ടല്ലേ സവാളയുടെ ആ ഒരു ഇതൊക്കെ പോയി നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. സവാള മുന്നേ ഹാർഡായി കിടന്ന സവാള ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് അവിടെ നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളി നല്ല പോലെ സോഫ്റ്റായി ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്ത് അത് നന്നായി ചോപ്പ് ചെയ്തതാണ്. പിന്നീട് 2 തണ്ട് കറിവേപ്പില, അതും നല്ലപോലെ ഫൈനായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ അരിഞ്ഞു വെച്ച ഈ സവാളയിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളകും കൂടി ചേർക്കുവാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. അപ്പം മാത്രമേ നല്ല ആ ഒരു കളറൊക്കെ നമുക്ക് ഈ ഉള്ളിവടക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒന്നുകൂടെ നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്.
അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഈ ഉള്ളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി എടുത്ത് ഇതിലേക്ക് ചേർക്കാം. എന്നതിന് ശേഷം കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ കൈവച്ച് ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്തു. ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഇതിന് ആവശ്യത്തിന് മൈദാപ്പൊടി ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഉരുട്ടി ബോൾ പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. കാര്യം എൻ്റെ കയ്യിലൊക്കെ ഈ മൈദാപ്പൊടിയും ഉള്ളിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ കൈ ഒന്ന് നല്ല ഭംഗിയിൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഞാനിത് ഉരുട്ടി ബോൾ പോലെ ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആയി. അപ്പം ഞാനിതൊന്ന് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. എൻ്റെ കൈയൊക്കെ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നന്നായി നല്ല ഗ്രിപ്പിൽ ഇതിപ്പോൾ കിടക്കുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോൾ പോലെ നമുക്കിതൊന്ന് ആക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് അർത്ഥം. നമുക്ക് ഈ ഉള്ളിവടയിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഉള്ളിയാണ്, അല്ലാതെ മാവല്ല. മാവ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനൊരു പാനൊക്കെ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളിത് ചുടാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം പച്ചവെള്ളം എടുത്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ ആദ്യം കൈവെള്ളം ഒന്ന് നന്നായി ഇതിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ ഉരുട്ടി ഉള്ളിവടയുടെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പാടുള്ളൂ. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പാനിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ആ പാനിലോട്ടേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് ഈ ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിവട പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ എണ്ണയുടെ ചൂട് കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മാവിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇതേപോലെ കൈവെള്ളം ഈ വെള്ളത്തിലോട്ട് മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മാവെടുത്ത് ഇതുപോലെ കൈവച്ച് നല്ലപോലെ ഉരുട്ടി ചെറുതായി ഒന്ന് ഫ്ലാറ്റാക്കി കൊടുത്താൽ മതി. ചെറിയൊരു ഫ്ലാറ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ അതുപോലെ ഒരു 2-3 എണ്ണം ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്നതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി തിരിച്ചിട്ട ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ തിരിച്ചിട്ട ഭാഗം മുരിഞ്ഞു കഴിഞ്ഞു. ഞാനിതൊരു സ്ട്രെയിനറിലോട്ടേക്കാണ് കോരിയെടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രെയിനറിലോട്ടേക്ക് കോരിയെടുക്കുമ്പോൾ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് പോയിക്കോളും. അപ്പോൾ ഒരു സ്ട്രെയിനറിലോട്ടേക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ഓഫ് ഉള്ളിവടകളും ഞാൻ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഉള്ളിവട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. ഒരു മെനക്കേടും ഇല്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി നിങ്ങളെല്ലാം കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.